എനിക്ക് വളരെ ഗൗരവകരമായിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. അറിയാലോ, ഞാൻ ഇച്ചിരി ടഫാണ്. ജയാ പല ടോണില് ജയാ വഴിയിൽ വെച്ച് ഒരു മഴയത്ത് എന്റെ സ്റ്റേജിലേക്ക് ഓടിക്കേറിയ ആളാ താനെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മൈ ഗോഡ്, നിങ്ങൾ എന്തു അത് ദിലീപേട്ടാ, എനിക്ക് വളരെ ഗൗരവകരമായിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. അറിയാലോ, ഞാൻ ഇച്ചിരി ടഫാണ്. അതായത് ഡിപ്രഷൻ അടിച്ച് ഒന്ന് സ്ട്രെസ് ലെവലൊക്കെ ഇങ്ങനെ പീക്ക് ലെവലൊക്കെ ഇരിക്കുന്ന സമയത്ത് മനുഷ്യൻ വീട്ടിലിരുന്ന് ഇങ്ങനെ പണ്ടാരം അടങ്ങിയിരിക്കും. അപ്പോഴത്തേക്കും ഇങ്ങനെ ചുമ്മാ ടി വി വയ്ക്കുമ്പോഴത്തേക്കും തെക്കേടത്ത് രാമൻ കുട്ടി എന്നും പറഞ്ഞിട്ട് അതുപോലെ ഗോപാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, മീശമാധവൻ, എന്നിട്ട് അത് പോരാഞ്ഞിട്ട് പ്യാരി, രമണൻ, വിക്രമൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് വന്നിട്ട് എന്നെ ചിരിപ്പിച്ച് എൻ്റെ ഹാപ്പിനെസ് ഹോർമോൺസ് ഒക്കെ ഉണർത്തി മര്യാദയ്ക്ക് വിഷമിച്ചുകൊണ്ടിരുന്ന എന്നെ വിഷമിക്കാൻ സമ്മതിക്കാതിരുന്ന ഒരു അധോലോകത്തിന്റെ ഒരു തലവനാണ് നിങ്ങൾ. അതിന് സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്നത്. ഇത്രയും എന്താ പറയണത്, ഭയങ്കര ഭീകരം എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ സീക്രട്ട് ലെറ്റർ എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ട്, എൻ്റെ ഒരു മെയിൻ ഷോ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റേജിൻ്റെ അകത്ത് ഈ പെൺകുട്ടികളെ വിളിച്ചിട്ട് പ്രപ്പോസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. മെന്റലിസം ഒക്കെ കാണിച്ചിട്ട് എന്നിട്ട് ഒരു എലമെന്റിൽ ഞാൻ ആ കുട്ടിയെ പ്രപ്പോസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര ടഫായിട്ട് ഇരിക്കുക ഒരു കൊച്ച്, ഒരു പിടിയൊന്നും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ഗേൾ. അപ്പോൾ ഞാനിങ്ങനെ വളരെ കാമായിട്ട് നമ്മുടെ ഒരു ന്യൂജൻ പരിപാടികളൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്നും ഏൽക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര കാമായിട്ട് വഴിയിൽ വെച്ച് ഒരു മഴയത്ത് എൻ്റെ സ്റ്റേജിലേക്ക് ഓടിക്കേറിയ ആളാ താനെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചിരിച്ചിട്ട് ഭയങ്കര ഒരു ഹാപ്പിനെസ്സിൽ ഭയങ്കര ഒന്ന് ഹഗ് ചെയ്യുന്നു. അപ്പം ഈ ഡയലോഗുകളൊക്കെ മലയാളികളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് നമ്മളതിൻ്റെ കഥാപാത്രങ്ങളുടെ ഭാഗമായി എന്നുള്ളൊരു ഒരു വൈബാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ കുറേ നല്ല മൊമെന്റ്സ് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് തരത്തിലുള്ള റൊമാൻസുകളിലൂടെ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. സിനിമയിൽ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്, മോശമല്ല. ഞാൻ ഈ ഡയലോഗ് ഞാനും ജീവിതത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. 10ാം ക്ലാസ്സിൽ ഞാൻ എൻ്റെ ഷോസ് ഇങ്ങനെ എല്ലാ ഷോസൊന്നും കണ്ടിട്ടില്ല. ഞാൻ അവളോടൊക്കെ കണ്ട് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളൊക്കെ അത്ഭുതപ്പെട്ട് അന്തം വിട്ട് നിൽക്കുന്ന പരിപാടികളൊക്കെ അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. ചെറിയ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? വെറുതെ ശ്രമമാണ്, ഇത് ശരിയാവുമെന്നൊന്നും അറിയില്ല. അതെ ചേട്ടൻ ഇപ്പം മനസ്സിലേക്ക് വളരെ റാൻഡമായിട്ട് വരുന്നത്, ഭയങ്കര ഒബ്വിയസ് ആക്കണ്ട, അതായത് ഭയങ്കര റാൻഡമായിട്ട് വരുന്ന ഒരു പാട്ടൊന്ന് മലയാള സിനിമയിൽ ഏതെങ്കിലും ഒരു പാട്ട്, ലിപ്സ് അനക്കണ്ട, ലിപ്സ് ചിലപ്പോൾ നമുക്ക് കിട്ടും. ചുമ്മാ ഒന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതി, മനസ്സിൽ കിട്ടിയോ? ശരി, ഞാനൊരു കാര്യം ചെയ്യാം. മറ്റേ കല്യാണ സുഗന്ധത്തിലെ ജയദേവാനന്ദ സ്വാമികളെ പോലെ ഞാനൊന്ന് ധ്യാനിച്ചിട്ടേ കയ്യൊന്ന് തരൂ. ഒന്ന് ചേട്ടൻ ഒന്നതൊന്ന് ലിപ്സ് അനക്കാതെ ചുമ്മാ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പാട്ട്. അതിൻ്റെ ബീറ്റ് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇല്ല, പുറത്തു പോയിട്ടില്ല, ചേട്ടൻ്റെ തന്നെ സിനിമയിലെ പാട്ടാണ്. ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമോ? അത് എനിക്ക് ആരെങ്കിലും ഒരു ഫോൺ തരുമോ? ഒരു യൂട്യൂബ് എടുത്തിട്ടൊന്നൊരു ഫോണും തരാൻ പറ്റുമോ? തന്നെയാണോ? ഇത് ഭയങ്കര കണക്ട് ചെയ്യുന്നൊരു പാട്ടാട്ടോ. ഇത് ഭയങ്കര റൊമാൻസ് ഫീൽ ചെയ്തിട്ടുള്ളൊരു അതെ പാട്ടാണ്. ചേട്ടൻ ഒരു ദിവസം അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഷോയ്ക്ക് വരണം. ഷോയിൽ കുറേ ഈ പറഞ്ഞൊരു സിനിമ പോലെ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ പരിപാടികളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സിനിമാറ്റിക് രീതിയിലാണ്. ഞാൻ ഭയങ്കര ഒരു സിനിമ അഡിക്റ്റാണ്. പണ്ടുപോലെ ബേസിക്കലി ചേട്ടൻ്റെയും ലാലേട്ടൻ്റെയൊക്കെ സിനിമകൾ കണ്ടിട്ടാണ്, ഇങ്ങനെ ഒരു മണിച്ചിത്രത്താഴ് കണ്ടിട്ടാണ് ഞാൻ ഈ മെന്റലിസം പഠിക്കാൻ ഇറങ്ങുന്നത്. അതിൽ ലാലേട്ടൻ്റെ സണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നെ ബബ്ബയിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ആസ് എ ഫാൻ ചേട്ടനും ലാലേട്ടനും കൂടെ ഒരുമിച്ച് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊന്ന് പറയൂ. നമ്മളെ സംബന്ധിച്ചും വലിയ സന്തോഷം. ഞാൻ ശരിക്കും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് സിനിമയിൽ ഒന്ന് ക്ലാപ്പ് അടിക്കുന്നത് ലാലേട്ടൻ്റെ ഒരു ചേച്ചിയുടെ മുമ്പിലാണ്. എൻ്റെ വിശ്വലോകത്തിൽ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പിന്നീട് അവരുടെ കൂടെ ഉള്ളടക്കം വർക്ക് ചെയ്തു ലാലേട്ടൻ്റെ കൂടെ. അതിനുശേഷം പിന്നെ വർണ്ണപ്പേട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. പിന്നെ അതിനുശേഷം നമ്മൾ 2020 എന്ന് പറഞ്ഞ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അതിൽ ലാലേട്ടൻ്റെ അനിയനായിട്ട് അഭിനയിക്കാൻ പറ്റി. പിന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സ്, അതിനുശേഷം പിന്നെ ചൈന ടൗൺ. പിന്നെ 14 വർഷത്തിന് ശേഷമാണ് ബബ്ബയില് ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കണേ. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണല്ലോ. നമ്മളും സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവും. നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് പിന്നെ ഇങ്ങനെ റീകളക്ട് ചെയ്ത്, പിന്നെ അതല്ല നമുക്ക് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. നമുക്ക് പുള്ളി അത് അത്രയും കെയറിങ് ആണ്, ആ സമയത്ത് സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്.
അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യമല്ലേ. ഇനിയിപ്പോ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇതിലെ ഡയലോഗുകൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റെട്രോ ഡയലോഗായിട്ട് ഭയങ്കര ഒരു ലെജൻഡറി ഡയലോഗായിട്ട് ഇങ്ങനെ മാറുന്നപ്പോൾ അല്ല, എനിക്ക് അതിനകത്ത് തോന്നിയൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ലാലേട്ടൻ ഇത് മിക്കവാറും അതിനകത്ത് ഈ തള്ളുന്ന ആൾക്കാർ ജയ വീളിയില്ലേ പല ടോണില് ജയ, അപ്പൊ എനിക്ക് തോന്നുന്നത് അത് മിക്കവാറും ഇനി പതുക്കെ പതുക്കെ ആൾക്കാർ ജയ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇത് അടിച്ചുവിടുന്ന ഗുണ്ടടിച്ചു വിടുന്ന ആൾക്കാരോട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ഡയലോഗ് ആയിരിക്കും അത്. ഞാൻ സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ, അപ്പം ഇവൻ എന്നെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു, അളിയാന്ന് ഇങ്ങനെ വിളിച്ചു. ഞാൻ പറഞ്ഞു എടാ, അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ അവനിങ്ങനെ നിനക്കെന്നെ മനസ്സിലായല്ലോടാ, നീ ഭുവാന്ന് വിളിച്ചപ്പോഴത്തേക്ക് നീ എന്നെ ഒന്ന് പോടാ ഞാൻ ആ ഒരു സാധനം ഇങ്ങനെ നമ്മൾ എത്രയൊക്കെ ഇത് പറഞ്ഞാൽ എന്നിട്ട് ഞാൻ ചോദിച്ചു എടാ ഏട്ടൻ്റെ സിനിമയില്ല ആ ഒരു വൈബില് ഭയങ്കര ആ ഒരു ഡയലോഗ് വെച്ച് ഇന്നും നമ്മൾ കോളേജുകളിലും സ്കൂളിലും ഒക്കെ ഷൈൻ ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ ചേട്ടൻ്റെയൊക്കെ ഡയലോഗ് വെച്ചിട്ട് ഒരുപാട് ഷൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെ വെട്ടത്തിൽ ഭയങ്കരമായിട്ട് വെട്ടം പറഞ്ഞു വെക്കുന്ന നമുക്കൊരു പ്രതീക്ഷ തരുന്ന ഒരു ഡയലോഗാണ് ഒക്കെ ശരിയാവണം, എൻ്റെ കാര്യം തൻ്റെ സ്വപ്നം എല്ലാം നടക്കും എന്ന് പറയുന്ന ഒരു സാധനം നമുക്കൊരു ഭയങ്കര പ്രതീക്ഷയും ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഒക്കെ തരികയാണ്. അപ്പോൾ എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും എനിക്കറിയാം ഇത് ഒരുപാട് പേര് ഇപ്പൊ റീസെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണെന്ന് അറിയാം, വെട്ടം സിനിമയെ കുറിച്ചിട്ട്. അതില് എനിക്ക് ഏറ്റവും ഞാൻ ഭയങ്കര ഫാനായിട്ടുള്ള ഹനീഫിക്കയുടെയാണ്. ഹനീഫിക്കയുടെ ഈ മാനറിസംസ് ഒക്കെ കണ്ടിട്ട് നിർത്താതെ ചിരിക്കുന്ന ഒരാളാണ്. നമ്മൾ ഈ ചോറ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര രസമാണ്. അപ്പൊ ഹനീഫിക്കായിട്ടുള്ള നല്ല മൊമെന്റ്സും എന്തെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഓർമ്മകൾ? ഹനീഫിക്കന്റെ ലൈഫിൽ ഞാൻ മറക്കില്ല. എന്ന് വെച്ചാല് തുടക്കം ഞാൻ ഹനീഫിക്കനെ കാണുന്നത് ഞാൻ പണ്ട് മിമിക്രി കലാഭവനിലെ മിമിക്രി കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ അന്ന് ഞാൻ ലിസിയുടെ അവിടെ താമസിക്കുന്നത്, ലിസി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു ചിറ്റയുടെ കൂടെ താമസിക്കുന്നത്. ഞാൻ മലയാളം പഠിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഞാൻ രാത്രി ഒരു 3 മണി ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ലെവൽ ക്രോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കലാഭവൻ്റെ അവിടെ നിന്ന്. ഷോർട്ട് കട്ടിൽ ലെവൽ ക്രോസ് കഴിഞ്ഞാൽ ലിസിയുടെ അവിടെ നേരെ വീട്ടിൽ പോകാം. അപ്പോൾ ആ വഴിയിലേക്ക് കയറിയപ്പോഴാണ് ഒരാളിങ്ങനെ ഉലാത്തണം. അടുത്തെത്തി കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കൊച്ചിൻ അനീഫ. അനീഫക്ക എൻ്റെ ദൈവമേ, ഇത് എത്ര വർഷം മുമ്പ്? ഇത് ഞാൻ മിമിക്രി ചെയ്യുമ്പോൾ എന്ന് വെച്ചാല് 90, 91, 92 ആ സമയത്ത്. അപ്പോൾ അനീഫൊക്കെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കലാഭവനിൽ, എൻ്റെ ഒരു ദിലീപ് എന്നാണ്, ഞാൻ കലാഭവനിൽ ഇങ്ങനെ മിമിക്രി ചെയ്യുന്നുണ്ട്, പ്രോഗ്രാം കഴിഞ്ഞ് വന്ന വഴിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളി ശരി ഞാൻ ഇക്കടെ സിനിമ കണ്ട്. പിന്നെ ഞാൻ സിനിമയെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ എന്നെ ചോദിച്ചത് ഏതാണ്ട് ഒരു 1/4 മണിക്കൂർ എനിക്ക് വേണ്ടി തന്നു കഴിഞ്ഞു പുള്ളി. അപ്പം ഞാൻ ചോദിച്ചു അല്ല എന്ത് ഈ സമയത്ത് ഇവിടെ? അപ്പോൾ എൻ്റെ വീട് അത്. അപ്പോഴേ ഞാൻ തൊട്ടപ്പുറത്ത് അത് അനീഫ്ക്കയുടെ വീട്. ശരി എൻ്റെ ബാപ്പ മരിച്ചു. അപ്പോൾ ഞങ്ങൾ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ ഉലാത്തായിരുന്നു. ഞാൻ എൻ്റെ ദൈവമേ, ആ മനുഷ്യനോടാണ് ഞാൻ ഈ വക വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുമ്പോൾ അതൊക്കെ മാറ്റിവെച്ച് വിഷമങ്ങളൊക്കെ മാറ്റിവെച്ച് എനിക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ പറയും സോറി കേട്ടോ. പിന്നീട് അവരൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുക എന്ന് പറയില്ലേ. പിന്നീട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്നു. അവരുടെ കൂടെ എത്ര സിനിമകളിൽ അവർ എത്രയോ ദിവസങ്ങൾ, ചില സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് പോലും ഇല്ലാത്ത സിനിമകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് പോലും അതിൻ്റെ പാർട്ടായിട്ട് നിന്ന് അത് എങ്ങനെ എംബ്രേസ് ചെയ്ത് ആ സിനിമകൾ 100-150 ദിവസം ഓടിയ സിനിമകളാണ്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നിന്ന് അത് ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ശരിക്കും അനീഫിക്കയുടെ നഷ്ടം, ലോയിസാറിൻ്റെ നഷ്ടമൊക്കെ, മണിയുടെ നഷ്ടം, അതൊക്കെ എന്നെ ഒരുപാട് ബാധിച്ചിട്ടുള്ളതാണ്. മനസ്സിലായി, ഏത് സ്ഥലത്തും സപ്പോർട്ടായിട്ട് ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് നമുക്ക് ലൈഫിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വെറുതെ ട്രൈ ചെയ്യാമെന്നേ ഉള്ളൂ. ഇപ്പോൾ ചേട്ടന് ഇമോഷണലി ഒരുപാട് കണക്ട് ചെയ്യുന്ന ഒരാളുണ്ടാവും. ഫിലിം ഫീൽഡിലുള്ള ആളാവാം, പുറത്തുള്ള ആളാവാം. അപ്പോൾ അങ്ങനെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അയാളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡേറ്റ് ഓർമ്മയുണ്ടോ? ഒരു ഡേറ്റ് ആയിട്ട്, എക്സാക്ട് ഡേറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന, ഇപ്പം ഈ മൊമെന്റിൽ മനസ്സിൽ വരുന്നതായിരിക്കണം. ആളാരാണെന്ന് പറയും? ഞാൻ പറയണം. ലാൽ ജോസ്. ഏത് ഡേറ്റ് ആയിരുന്നു അത്? ഫെബ്രുവരി 14 or 15. വാലന്റൈൻസ് ഡേ 14 or 15? 14 എൻ്റെ വിശ്വാസം. ലാൽ ജോസ് സാറുമായിട്ട് ഫെബ്രുവരി 14 എന്തോ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഹാപ്പൻ. പക്ഷേ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇപ്പം ഞാൻ ചോദിച്ചുകൊണ്ട് വന്നതാണ്, അല്ലാതെ ഇത് ചേട്ടൻ ഇങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നതായിരിക്കില്ല. ഇപ്പം ചോദിച്ചു, എന്തെങ്കിലും ഒരു കണക്ട് ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെ ആലോചിച്ചു.
ഈ ചില സ്വപ്നങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ അടുത്ത ദിവസം സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ ഒരു ഡ്രീം ജേണലായിട്ടൊക്കെ എഴുതി വെക്കുന്ന ഒരു ശീലമുണ്ട്. സൈക്കോളജിയിലൊക്കെ നമ്മൾ ഈ ഡ്രീം ജേണൽ എഴുതാനൊക്കെ ആൾക്കാരുടെ അടുത്ത് പറയും. അങ്ങനെ എഴുതി സൂക്ഷിച്ചു വെച്ച ഒരു സ്വപ്നത്തിൻ്റെ ബാക്കിയാണ്. ഇതൊന്ന് ഉറക്കെ ഒന്ന് വായിച്ചു കൊടുക്കാൻ പറ്റും എല്ലാവർക്കും വേണ്ടിയിട്ട്. I was in a dream when suddenly heard someone calling a name Lal Jose. Sorry? Lal Jose. Say. It was a special day too. Looked at the calendar and the date was, hey, my God. നിങ്ങൾ എന്തു അത്? February 14, സർപ്രൈസ്ഡ്. കലകനാഥ്. കാരണം ഞാനിപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോഴും ഞാൻ ചിന്തിച്ചിട്ടില്ല. അമേസിങ്. സമ്മതിച്ചു. അല്ല, ഞാനും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാറ്. ഞാൻ അതാ ചേട്ടൻ്റെ അടുത്ത് ഫസ്റ്റ് വന്നു ഓക്സിറ്റോസിൻ റിലീസ് ആ ഒരു ഹഗ് ഹോർമോൺ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ലൈക്ക് ചേട്ടൻ ഏത് മൂഡിലാണ് ഏത് മാനസികാവസ്ഥയിലാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതാ ഞാനിങ്ങനെ ഏത് മോഡിലോട്ട് ഇത് കൊണ്ടുപോകണം ഇങ്ങനെ ഒരു ഇതിലായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ഇവിടെ വെച്ചിട്ടാണ് എനിക്ക് ആ ഒരു ഋതം ഇപ്പോഴാണ് കിട്ടിത്തുടങ്ങി. അങ്ങനെ ഞാൻ പല പേരിലൂടെ പോയതാ, പക്ഷെ അറിയാണ്ട് വന്നിട്ട് ലാൽ ജോസിലെത്തി. നമ്മൾ മൈൻഡ് എങ്ങനെയാണ് പെർട്ടിക്കുലർ ഡേറ്റ്. എനിവേ താങ്ക് യു. കലക്കി. പണ്ട് ചേട്ടൻ്റെ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളായിരുന്നു സുന്ദരകില്ലാടി എന്ന് പറഞ്ഞ സിനിമ. ഒരു ഭയങ്കര മലയാളത്തിലെ ഒരു അണ്ടർ റേറ്റഡ് സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ആ സിനിമയുടെ പ്ലോട്ട്, അതിൽ കിണർ കുഴിക്കാൻ ആൾക്കാർ വരുന്നു, ആ പ്ലോട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് അന്ന് എടുത്ത പ്ലോട്ടാണ്. പക്ഷെ എനിക്കൊന്ന് അന്ന് വിചാരിച്ചത്, പക്ഷെ ഇന്നത്തെ കാലഘട്ടത്ത് ആ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സിനിമ വരുമ്പോൾ അതെ. അതുപോലെ വെട്ടവും എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ അങ്ങനെ കരച്ചിന് രണ്ടാമത്തെ ആഴ്ച തന്നെ അത് കേസ് വന്നിട്ട് തിയേറ്ററിൽ നിന്ന് എടുത്തു. തിയേറ്റർ അധികം കളിച്ചില്ല, പക്ഷെ ടി വിയിൽ ഏറ്റവും കൂടുതൽ. അപ്പൊ ഈ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ, പക്ഷെ ഇന്ന് ഇപ്പൊ അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സിനിമകൾ കാണുമ്പോഴാണ് എനിക്ക് എഴുതാനുള്ള ഒരു ഭയങ്കര ഒരു പ്രചോദനവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലിവേട്ട, താങ്ക് യു സോ മച്ച്. ആദ്യം പറഞ്ഞ പോലെ എൻ്റെ കുട്ടിക്കാലവും എൻ്റെ ഈ കാലഘട്ടവും എല്ലാം മനോഹരമാക്കിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ച് എന്നും ഈ പറഞ്ഞ പോലെ ഹാപ്പി ഹോർമോണായിട്ട് കൂടെയുള്ളവർ. Thank you so much. Thank you and all the best. ഗംഭീരമാണ്. ഗംഭീരമാവട്ടെ, ആയിക്കൊണ്ടേയിരിക്കട്ടെ. God bless you. Thank you so much.